നമസ്കാരം. ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ ഹൈക്കമാൻഡ് കുറച്ച് ദിവസങ്ങളെടുത്തു. വളരെ കൃത്യമായ കൂടിയാലോചനകൾ നടത്തി. ഇന്നാണ് പ്രഖ്യാപനം ഉണ്ടായത് എങ്കിലും ഇന്നലെ തന്നെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത എന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ. അങ്ങനെ വാർത്തകൾ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സോണിയാഗാന്ധി സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ പൊതുജനവികാരം സോണിയാഗാന്ധിയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനാകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എന്തായാലും അക്കാര്യത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല. പ്രിയങ്ക ഗാന്ധി ഇവിടെ കൃത്യമായി അവരുടെ ഒരു നിലപാട് പറഞ്ഞു. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം, ആകുന്നതാണ് ശരി, അതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എ കെ ആന്റണി, അങ്ങനെ പലരും ഇവിടെ വി.ഡി. സതീശൻ അനുകൂലമായി പ്രതികരിച്ചു. ആ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചു വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നു. ഈ വാർത്തകളൊക്കെ വന്ന സമയത്ത് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരൊക്കെ രംഗത്തെത്തി. ഇവിടെ കെ.സി. വേണുഗോപാലിന് വേണ്ടി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വി.ഡി. സതീശനെ മാറ്റി നിർത്തി മറ്റ് രണ്ടുപേരുണ്ട്, ഈ രണ്ടുപേരെ പരിഗണിക്കണം, അവരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ എത്തി. അങ്ങനെ പരിഗണിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ച് ചില മുസ്ലിം സംഘടനകളുടെ ആളുകളൊക്കെ രംഗത്തെത്തി. ഇവിടെ പറയുമ്പോൾ എല്ലാവരെ കുറിച്ചും പറയണമല്ലോ. എന്തായാലും അങ്ങനെ രംഗത്തെത്തിയ സമയത്ത് ഇവിടെ KJP എന്നാണ് ഞാനിപ്പോൾ ആ പാർട്ടിയെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. BJP എന്ന് പറയുമ്പോൾ അതങ്ങ് കേന്ദ്രത്തിലെത്തുമ്പോൾ BJP, കേരളത്തിലെത്തുമ്പോൾ KJP. കാരണം കേരളത്തിലെ BJPക്കാരെ, ശരിക്കുള്ള BJPക്കാർ, ദേശീയ BJP എന്ന് പറയുകയാണ്, അവര് KJPക്കാരായിട്ടാണ് കാണുന്നത്. കാലണക്ക് ഗുണവുമില്ല, വകയുമില്ല, പിരിവും അതുപോലെ തന്നെ വിദ്വേഷവും പറയാൻ മാത്രമുള്ള കുറച്ചാളുകൾ, അങ്ങനെയാണ് ഇവിടെ ഈ KJPക്കാരെ കാണുന്നത്. കാലണക്ക് വില കൽപ്പിക്കാത്ത ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രതികരണം കൂടെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായി. ഒന്ന് കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണമാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞത്, ഇനി ആര് മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം കഴിഞ്ഞവർ നേരെ വരുന്നത് പാണക്കാട്ടേക്കായിരിക്കും. പാണക്കാട്ട് നിന്ന് പറയുന്നതിലപ്പുറം പ്രവർത്തിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല എന്നതാണ് കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണം. എന്തായാലും ഇന്ന് മറ്റൊരു നേതാവിന്റെ കൂടെ പ്രതികരണം ഞാൻ കണ്ടു, MT രമേശിന്റെ പ്രതികരണം. ഹൈക്കമാൻഡ് ലീഗിന് മുന്നിൽ തോറ്റു, ലീഗാണ് ഹൈക്കമാൻഡ് എന്നാണ് MT രമേശൻ പറഞ്ഞത്. എന്തായാലും ഈ BJPക്കാർക്ക്, ഈ KJP എന്ന് പറയുന്ന ഈ ആളുകൾക്ക്, ഇവർക്ക് വകതിരിവുണ്ടായല്ലോ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴെങ്കിലും ദൈവം കൊടുത്തല്ലോ. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഇവരൊന്നും ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ പറയാറില്ല, മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളാണ്. അങ്ങനെയാണ് ഞാൻ അവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. സുരേന്ദ്രന്റെ ഒരു യോഗ്യത പറയുകയാണെങ്കിൽ 10 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 10ലും തോറ്റൊരു മനുഷ്യനാണ്. ഒരു നിലയും വിലയും ഇല്ലാത്ത ഒരു BJP നേതാവ്. എന്നും സുരേന്ദ്രനെതിരെ ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് അങ്ങനെ ട്രോളുകളൊന്നും കാണുന്നില്ല. എന്തായാലും സുരേന്ദ്രൻ ജീവിതത്തിൽ ആദ്യമായി ട്രോളുകൾ ഏറ്റുവാങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണം നടത്തി. സുരേന്ദ്രൻ സത്യം പറഞ്ഞു. അതായത് ഇവിടെ ഹൈക്കമാൻഡ്, ആരാണെങ്കിലും ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആര് മുഖ്യമന്ത്രിയാവുകയാണെങ്കിലും പാണക്കാട് പോയി അവർ അനുഗ്രഹം മേടിക്കും, പാണക്കാട് നിന്ന് പറയുന്നതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക എന്ന് സുരേന്ദ്രൻ പറഞ്ഞത് വളരെ സത്യമാണ്. അതുപോലെ തന്നെ MT രമേശൻ പറഞ്ഞു, ഈ ഹൈക്കമാൻഡ് ലീഗിന് മുന്നിൽ തോറ്റു, ഇപ്പോൾ ലീഗാണ് ഹൈക്കമാൻഡ് എന്നൊക്കെ MT രമേശൻ പറഞ്ഞു. MT രമേശൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ലീഗ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് പോലും ലീഗിനെതിരെ പറയില്ല. ലീഗ് പറഞ്ഞതിന് അപ്പുറത്തേക്കായി ഹൈക്കമാൻഡ് പ്രതികരിക്കില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. പാണക്കാട് കുടുംബത്തോട് അവരെ എതിർക്കില്ല. പാണക്കാട് കുടുംബം ഒരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കും, അത് മുഖവിലക്കെടുക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയോടും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ദേശീയ നേതൃത്വത്തോടുമൊക്കെ അഭിപ്രായം പറഞ്ഞാൽ അവർ നിങ്ങളെ തള്ളിക്കളയുന്നത് പോലെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ, അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നൊരാള്, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരത് തള്ളിക്കളയില്ല. കാരണം ഈ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു മഹാവിസ്മയം തന്നെയാണ്. ഈ പാണക്കാട് കൊടപ്പനക്കൽ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വലിയ അംഗീകാരമുണ്ട്. അവർക്ക് കേന്ദ്ര നേതൃത്വമാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളാണെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം അവരെ എല്ലാവരും അംഗീകരിക്കുന്ന ആളുകളാണ്. നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾക്ക് ഒരു അംഗീകാരവുമില്ല, ഒരു വെളിവുമില്ല, വെള്ളിയാഴ്ചയുമില്ല. നിങ്ങൾ കേരളത്തിലെത്തുമ്പോൾ KJP ആണ്, അങ്ങോട്ട് ഡൽഹിയിലേക്ക് പോയാൽ നിങ്ങൾ BJP ആയിരിക്കാം. എന്തായാലും നിങ്ങളെ അവരൊക്കെ കാണുന്നത് KJPക്കാരായിട്ടാണ്. ഒരു നിലയും വിലയും ഇല്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത,
കാലണക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത, വിദ്വേഷം മാത്രം പറയുന്ന, വർഗീയത മാത്രം പറയുന്ന ഒരു വിഭാഗമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നടത്തിയ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും വെളിവുദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സുകുമാരൻ നായരൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഗതികെട്ട് നിവൃത്തിയില്ലാതെ പറയുന്നതാണ്. എന്തായാലും ഇനിയുള്ള കാലം നിങ്ങൾക്ക് കരഞ്ഞു തീർക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ അത് തുടരുക, വിദ്വേഷം പറയുന്നത് തുടരുക. ശേഷം നിങ്ങൾ സ്വന്തമായിരുന്ന് പരമാവധി കരഞ്ഞു തീർക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.